ഹായ് എവരി വൺ. ഇന്ന് വീണ്ടും ഒരു ഓഫ് ഡേ ആണ്. സോ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ ബീഫ് വാങ്ങാൻ കൂടെ പോകണം. ബീഫ് എപ്പോഴും നല്ല ബീഫ് കിട്ടാറില്ല. അപ്പോൾ ഇച്ചിരി ദൂരെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ബീഫിൻ്റെ കടയുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ പോയിട്ട് ബീഫും പിന്നെ വേണ്ടുന്ന കുറച്ച് പച്ചക്കറി സാധനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ. സോ ലെറ്റ്സ് ബിഗിൻ. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൾച്ചസ്റ്ററിലോട്ട് പോണ വഴി കേട്ടോ. നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ആണ് കോൾച്ചസ്റ്ററിലോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ആ കട. ഇവിടെ നമുക്ക് എല്ലാം കിട്ടും കേട്ടോ. നമ്മുടെ പച്ചക്കറി സാധനങ്ങൾ, അതുപോലെയുള്ള എല്ലാ പാത്രങ്ങൾ, അരി, പിന്നെ ഫ്രോസൺ ഐറ്റംസ്, പിന്നെ കുറേ ഫലൂദ മിക്സ്, അങ്ങനെയുള്ള എല്ലാവിധ സാമഗ്രിക സാധനങ്ങളും ഈ ഒരു കടയിൽ കിട്ടുന്നതായിരിക്കും. എന്തൊക്കെയല്ലോ മസാല പൊടികളും അങ്ങനെ എന്തൊക്കെയല്ലോ ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റും. മീറ്റ് ആണല്ലോ മെയിൻ ഇൻറ്റൻഷൻ. ഇതാ ഈ കാണുന്ന വെറൈറ്റീസ് ഓഫ് മീറ്റ് ഇവിടെ അവൈലബിൾ ആണ്. മിൻസ്ഡ് ബീഫൊക്കെ ഇതാവണ്ടേ അവിടെ നിന്ന് തന്നെ അവർ റെഡിയാക്കി തരുന്നതായിരിക്കും. കുറേ പേരുണ്ട് കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ റെഡിയാക്കി തരാൻ. ആവശ്യത്തിനുള്ള സ്റ്റാഫൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സാധനം വാങ്ങിയിട്ട് പോവാം. അപ്പോഴാണ് അവിടെ ഒരു വെറൈറ്റി ഐറ്റമായ പശുവിൻ്റെ നാക്ക് കണ്ടത്. എല്ലാവരും വാങ്ങിക്കൊണ്ടുപോയി, ആകെ ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. ഈ പുള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ ബീഫ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു റസ്കിൻ്റെ പാക്കറ്റ് കണ്ടു. പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. ഒരു ഷുഗറൊക്കെ കോട്ട് ചെയ്തിട്ടുള്ളൊരു ടൈപ്പ് റസ്കും പിന്നെ ഈ ഒരു ലസ്സിയും. ശരിക്കും ലസ്സി ഇഷ്ടമായിട്ടൊന്നും അല്ല കേട്ടോ, ആ ഒരു ചട്ടിയുടെ ഭംഗി കാരണമാണ് ആ ഒരു ലസ്സി വാങ്ങി നോക്കിയത്. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. ഒരു ഫ്ലേവേർഡ് യോഗട്ടായിരുന്നു, മാംഗോ ഫ്ലേവർ. പക്ഷെ നല്ല സാധനമായിരുന്നു. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോവുകയാണ്. ഇനി തിരിച്ച് ബ്രെയിൻട്രീലെത്തിയിട്ട് നേരെ ടെസ്കോയിലോട്ട് പോകണം. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇനി ഇത് ഇവിടുന്ന് തിരിച്ചു പോണ വഴിയാട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മൾ ടെസ്കോ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് കുറച്ചുകൂടെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ചിക്കൻ എടുത്തു. ഞങ്ങൾ ബോൺലെസ് ചിക്കനാണ് കഴിക്കാറ്. സോ അങ്ങനെ ആ ചിക്കൻ വാങ്ങി വെച്ചു. ഞാൻ എന്തിനാ ഇതിങ്ങനെ നോക്കി എടുക്കണേന്നൊന്നും എനിക്കറിയില്ല. വെറുതെ ഒരു ഭംഗിക്ക് അങ്ങനെ രണ്ടുമൂന്നെണ്ണം നോക്കിയെടുത്തത്. അടിയെന്ന് പറയണം ഏറ്റവും മോശമായ നല്ലൊരു സാധനം നോക്കി തപ്പിയെടുത്തു. അങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം ഒരു വകയായിട്ടുണ്ട്. കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് പോകാൻ നിൽക്കുമ്പോഴാണ് പുഡിങ് കണ്ടത്. അങ്ങനെ ഇഷ്ടപ്പെട്ട 2 പുഡിങ് എടുത്തു. ഇനി അധികം നിന്ന് അവിടെ ശരിയാകത്തില്ല. എനിക്ക് തന്നെ അറിയാം ഞാൻ അധികം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം ചിലപ്പോൾ ഞാൻ വേണ്ടാത്ത സാധനങ്ങളായിരിക്കും എടുക്കുക. അതുകൊണ്ട് വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആവാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബില്ല് ചെയ്തു പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെ ടെസ്കോ ഷോപ്പിംഗ് ഒക്കെ തകൃതിയായി കഴിഞ്ഞപ്പോഴാണ് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. രാവിലെ ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ പോണത് മെക്ഡൊണാൾഡ്സിലാണ്. അങ്ങനെ നമ്മുടെ മെഗ്ഡി എത്തി. വലിയ ദൂരമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് മെഗ്ഡി എത്തും. അവിടുന്ന് നമ്മൾ ബർഗർ ഓർഡർ ചെയ്തു.
അങ്ങനെ ഒരു നീണ്ട ക്യൂ നിന്നതിന് ശേഷം വെയിറ്റ് ചെയ്ത് അവസാനം നമ്മുടെ ബർഗർ കയ്യിൽ കിട്ടി. അങ്ങനെ ബർഗറൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ട് ഇനി നേരെ വീട്ടിലോട്ടേക്ക്. അങ്ങനെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.